സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജീസസിനെയാണ് ഓർത്തത് സ്വാഭാവികമായിട്ടും. എന്താ പറയുക, അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്ത് ജൂദാസ് 30 വെള്ളിക്കാശിന് വേണ്ടി തള്ളിപ്പറയുന്ന ഒറ്റിക്കൊടുക്കുന്ന സമയത്തും, അതിനുശേഷം പത്രോസ് തള്ളിപ്പറയുന്ന സമയത്തും, അതിനുശേഷം പൊന്തിയാസ് പിലാത്തോസ് ആളുകളോട് ജനക്കൂട്ടത്തോട് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ഇവൻ നിഷ്കളങ്കനാണ്, ഇവന് ഞാൻ വിട്ടയക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അവനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറഞ്ഞ ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ. അപ്പോഴും ഒന്നും പ്രതികരിച്ചില്ല ജീസസ്, ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടി പോലും പറഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു സത്യത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത ആ ദൈവപുത്രനെ ഇന്ന് ലോകം മുഴുവൻ ഇത്രമാത്രം ആരാധിക്കുന്നു എന്നുണ്ടെങ്കിൽ സത്യം എന്ന് പറയുന്നത് എവിടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു കുരിശിൽ കിടക്കുന്ന ജീസസിനെ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഒരിക്കലും സൗന്ദര്യമോ ഒന്നുമല്ല ഞാൻ കാണുന്നത്. സഹനം എന്ന് പറയുന്ന മഹത്തായൊരു പദമാണ് ഞാൻ അവിടെ കാണുന്നത്. സഹനം, ജീവിതത്തിൽ മുഴുവൻ സഹനം അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാം സഹിക്കുക എന്ന് പറയുന്നൊരു സഹനത്തിൻ്റെ പര്യായമായതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ലോകം മുഴുവൻ അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ കാസർഗോഡ് പ്രോജക്റ്റ് എന്ന് പറയുന്ന 2026 പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു സമ്മാനം എൻ്റെ കൈകളിലേക്ക് ബാബ തിരുമേനി നീട്ടിവെച്ചത് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം 2026 വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. അടുത്ത മെയ് മാസത്തോടുകൂടി അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഞങ്ങൾക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ കുട്ടികൾക്ക് ഏർലി ഇൻ്റർവെൻഷനും ലോക നിലവാരത്തിലുള്ള തെറാപ്പി സംവിധാനങ്ങൾ കൊടുക്കാനുള്ള സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി ഒരു 50% പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലോകത്തിന് മാതൃകയായിട്ട് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ലോകത്തിന് സമർപ്പിക്കുവാൻ സാധിക്കും. ഞാൻ